നമ്മൾ റേഷൻ കടയിൽ പോലെ കേട്ടോ. ഹായ്, ഞാൻ ന്യൂ സബ്സ്ക്രൈബർ. ഒണാൽ മോഹനേട്ടനൊക്കെ ചാനലാണ് കേട്ടോ. മോഹനേട്ട അവരുടെ ലൈവ് കമന്റ്സിൽ ഒണാലൊക്കെ അവരുടെ കമന്റിൽ ഒന്ന് ഷോർട്സിൽ ഒന്ന് കമന്റ് ചെയ്യണേ. അവർക്ക് കൂട്ടാക്കുന്ന ആളുകളാണ്. ഓ, 2350 അവർ ആയതേ ഉള്ളൂ അല്ലേ. ഓക്കെ, ഇനി ഒരു 650 അവറും കൂടെ എത്തിച്ചാൽ ഹാഫ് മോണി ആവും കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാണെന്നൊക്കെ പറഞ്ഞേക്കാം. ഈ ഹാഫ് മോണിയോട്ട് എത്താനാണ് പാട്. ലൈവിൽ അവേഴ്സ് കൂടുന്നുണ്ടോ? എന്നാൽ നമുക്കിപ്പോ ലൈവിൽ അവേഴ്സേ ഇല്ല കേട്ടോ. ഞങ്ങൾക്ക് മോഹൻ ചേട്ടാ ഹായ് എന്ന് പറയുന്നുണ്ട്. ഓ, നിങ്ങൾ ഫ്രണ്ട്സ് ആണോ? പാട്ട് എങ്ങനെയെന്ന് ചോദിക്കുന്നുണ്ട് നാട്ടു. ഹായ് എന്ന് പറയുന്നുണ്ട് മോഹൻ. ഇതെന്താ സംഭവിച്ചു ഇവിടെ? ഇത്രയും നേരം ഇവിടെ നിന്നപ്പോ നമ്മുടെ അപരനായിരുന്നു മോഹനേട്ടാ. എന്റെ പാട്ട് സൂപ്പർ അല്ലേ ചോദിക്കുന്നുണ്ട്. സൂപ്പറാണ്. നാട്ടു പാട്ട് എങ്ങനെയാന്ന് ചോദിച്ചത് മോഹനേട്ടന്റെ ആണോ? മോഹനേട്ടൻ പാട്ട് സൂപ്പറാണ്. നാട്ടുവിന്റെ പാട്ട് ഞാൻ കേട്ടല്ലോ. ബാല്യത്തിൽ മോളല്ലേടാ, ഇല്ല ഞാൻ ബാല്യത്തിൽ കണ്ടതല്ലേ, അത് ഞാൻ കേട്ടു. അത് സൂപ്പറാണ്. മോഹനേട്ടന്റെ അടുത്ത് വരില്ല, എന്നാലും കുഴപ്പമില്ല. മാസ് ഹായ്. നാട്ടുവിന്റെ പാട്ട് അതുക്കും മേലെ എന്ന് പറയുന്നുണ്ട്. മാസ് വെൽക്കം മാസ്. ഓക്കെ, താങ്ക്സ് എന്ന് പറയുന്നുണ്ട് നാട്ടു. നാട്ടു ഭയങ്കര പാട്ടുകാരനാണല്ലോ. നമ്മള് നാട്ടു എന്നിട്ട് ലൈവില് പാട്ടൊന്നും പാടത്തില്ലല്ലോ. ഞാൻ കേട്ടു പാട്ട്. രതീഷ് അടിപൊളി പാട്ടെന്ന് സാഗറോടെന്ന് പറയുന്നത്. ഓണാൽ നിങ്ങൾ ലൈവ് ചെയ്യൂ, ഞങ്ങൾ ഉണ്ടെന്ന് പറയുന്നുണ്ട്. എങ്ങനെ നമ്മൾ രണ്ട് ലൈവ് സമയം ഒരേപോലെ അല്ലേ? അല്ലെ നമുക്ക് ഫുൾ സപ്പോർട്ടായിട്ട് കൂടെ. ലൈവ് ഇപ്പോ കഷ്ടമാണ്. 500 രൂപയൊക്കെ ഉള്ളൂ. വാച്ച് അവർ 20-25 20-25 കിട്ടുന്നില്ലേ ഒണാലേ? ഞങ്ങളുടെ വാച്ച് അവർ കേട്ടോ നിങ്ങളൊക്കെ ഞെട്ടും. ഞങ്ങൾക്ക് 3 മണിക്കൂറിന് 14, 16, ഞങ്ങൾക്ക് 40, 69 വരെ കിട്ടിയ സമയമുണ്ട്. ഞാനൊരു തീം മ്യൂസിക് ചെയ്തു വാട്സപ്പ് ചെയ്യാന്ന് പറയുന്നുണ്ട്. ഓക്കെ സെറ്റ്. ഞങ്ങൾക്ക് 60 ഇല്ലേണ്ടാ 69 മണിക്കൂർ കിട്ടിയ സമയമുണ്ട് അല്ലേ? 69 മണിക്കൂർ കിട്ടിയ സമയമുണ്ട് നമുക്ക് വാച്ച് അവർ. പക്ഷെ ഇപ്പൊ ഞങ്ങളെ വാച്ച് അവർ എന്ന് പറഞ്ഞാൽ 4 മണിക്കൂറൊക്കെ ചെയ്താലാണ് 12 മണിക്കൂർ കിട്ടുന്നത്. വളരെ മോശം. വളരെ വ്യൂസ് ഒക്കെ വളരെ കുറവാണ്. അത് കുഴപ്പമില്ല ബ്രോ, എല്ലാം റെഡിയാകും എന്ന് പറയുന്നുണ്ട്. മാസ് പോയോ? നമുക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ സപ്പോർട്ട് ചെയ്യുന്നവര്, കട്ട സപ്പോർട്ട് ചെയ്യുന്നവര്, പിന്നെ അവർ സ്വന്തമായിട്ട് ചാനലില് ഈ 50-60 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ അവർ സ്വന്തമായിട്ട് ചെയ്യത്തില്ലേ. അപ്പൊ നമ്മുടെ കൃത്യസമയത്ത് തന്നെ അവരും ലൈവ് വരും. അപ്പോഴത്തേക്കിന് നമ്മുടെ ഫ്രണ്ട്സ്, നമ്മൾ അവരുടെയും നമ്മളെ ഫ്രണ്ട്സ് ഒരുപോലെ അല്ലേ. അപ്പൊ കോമൺ ഫ്രണ്ട്സ് വരുമ്പോഴത്തേനും അവർക്ക് എങ്ങോട്ട് പോകണം എന്നുള്ളൊരു ഇത് വരും. അതാണ് പ്രശ്നമാണ്. നാട്ടു സോങ് സൂപ്പർ. ഞാനൊക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഇരിക്കുന്ന എനിക്ക് ഭയങ്കര ക്ഷീണമാണ്. ഇത് വെയിറ്റ് ഒക്കെ അങ്ങ് കൂടുന്നുണ്ട് ഇങ്ങനെയൊക്കെ ഇരുന്ന്. അതിനൊരു ഫലം ദൈവം തരുന്നുമില്ല. ടാർസൻ പോയോ? ശരിയാണല്ലോ, ടാർസൻ അതിനിടയ്ക്ക് മുങ്ങിപ്പോയോ? ഒന്ന് കോണ്ടാക്ട് ചെയ്യണ്ടാ, ഒന്ന് വിളിച്ച ടാർസനെ. ടാർസനകത്ത് മുങ്ങിപ്പോയോ? ടാർസൻ പിണങ്ങിപ്പോയാണോ? ടാർസ ഉണ്ടോ? നമ്മളെ വച്ചവരൊക്കെ ആണെങ്കിൽ നല്ലോണം ഇൻക്രീസ് ചെയ്തൊക്കെ വരുവായിരുന്നു. ഇപ്പൊ 1000 വന്നിട്ട് അവിടെ നിന്ന് ഒരു അനക്കവില്ല. 3 മണിക്കൂറൊക്കെ കൂടുന്നു. ആണോ? അങ്ങനെയുണ്ടല്ലേ. ഷോ അങ്ങനെയായിരുന്നെങ്കിൽ ഇനിയിപ്പൊ ഇന്ന് വന്നിട്ട് കാര്യമില്ലല്ലോ.